ചിലപ്പോൾ കൈ പിടിക്കില്ല. കൈ പിടിക്കുന്ന സമയത്ത് നമ്മള് കൈ ബാക്കിലേക്ക് വലിക്കും. അപ്പൊ ഈ മറ്റേ കൈ ടൈറ്റ് ആകും വീടും. അപ്പൊ നമ്മള് സിമ്പിൾ ആയിട്ടാ ഒന്നുമില്ല. ഈ കൈയില് ഇത് ജോയിന്റ് ആണ്. ഈ ജോയിന്റിലേക്ക് നമ്മൾ സ്ട്രൈക്ക് ചെയ്യും. എത്ര ബലത്തിൽ പിടിച്ചാലും പൊട്ടും. അതിന് പൊട്ടില്ലെങ്കിൽ ഇവന്റെ ഈ റിസ്റ്റ് ജോയിന്റ് ഇഞ്ചുറി വരും. 14 ജോയിന്റ്സ് ആണ്. ഈ ജോയിന്റ്സിൽ ഏതെങ്കിലും ഒന്നൊക്കെ ഇഞ്ചുറി വരും. ഉറപ്പാണ്. നമ്മുടെ ഈ സാധനം കണ്ടോ? ഈ സാധനം ഈ ബ്ലേഡിന് പവറുണ്ട്. ഏതൊരു കോമൺ മാൻ കാരണം ഇത് കുറച്ച് ഫ്ലഷിയാണ്. ഇത് ആ ഒരു സ്പൈക്കിനെ അബ്സോർബ് ചെയ്യും. ഞാൻ ആദ്യമേ ക്ലാസ് എടുത്ത് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു, എന്ത് സാധനം ചെയ്യുമ്പോഴും കുറച്ചെങ്കിലും ഫിസിക്കൽ സ്ട്രെങ്ത് വേണമെന്നുള്ളൂ. കുറച്ചെങ്കിലും ഫിസിക്കലി നിങ്ങൾ ഏബിളായിരിക്കണം. അതല്ലാണ്ട് മരിക്കാൻ പോലെ ഇങ്ങനെ നിന്നിട്ട് അല്ലെങ്കിൽ മറ്റേ അക്ഷികൂടത്തിലൂടെ നിൽക്കുന്ന ആൾക്കാർക്കൊന്നും നടക്കൂലത്. അത്യാവശ്യം ഫിസിക്കലി ഏബിൾ ആയിട്ടുള്ള ആളുകൾക്ക് സിമ്പിൾ ആയിട്ട് സെൽഫ് ഡിഫൻസ് ചെയ്യാൻ പറ്റും. ഇനി എന്തെങ്കിലും കേട്ടോ പറയാം. സർക്കംസ്റ്റാൻസസ് പറയാം. എന്ന് എഴുതാം. മുമ്പൂത്തിയാ അപ്പോഴ് പക്ഷേ ഇവിടെ പ്രശ്നം ചെയ്യാം. ഇത് ഇവിടുന്ന് റിയാക്ട് ചെയ്യണം. ഇവിടുന്ന് മഞ്ഞം സ്കാനിക്കാറുണ്ട്. പിന്നെ എൽബോ സ്ട്രൈക്ക് ഉണ്ട്. എൽബോ സ്ട്രൈക്ക് ചെയ്യാം. ഒരുപാട് സ്ട്രൈക്ക് ഉണ്ട്. ഏതെങ്കിലും കേട്ടോ. മുടി ഈ മുടി പിടിക്കുന്നത് ഏറ്റവും കൂടുതൽ ഡേഞ്ചർ ആയിട്ടുള്ള പരിപാടിയാണ്. ഈ മുടി പിടിച്ച് വലിക്കുന്ന സമയത്ത് അവരുടെ എസ്കേപ്പ് ആവാനായിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാണ് ഒബിയസ്ലി പറ്റാറുള്ളൂ. കാരണം ശരി ഭയങ്കര റിസ്ക് ആണ്. ബാഗിന് പിടിച്ചു ഈ സാധനത്തിൽ അതല്ലെങ്കിൽ ഈ ട്രെയിൻ ചെന്നിക്ക് കണ്ണിന് റിട്ടേൺ. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളുടെ പിടിച്ചിട്ട് ബാഗിലേക്ക് നമ്മൾ വലിക്കും. വലിക്കുന്ന സമയത്ത് ബാലൻസ് പോകും. അപ്പൊ ഇവിടെ പിടുത്തം വീണ വഴിക്കുന്ന നമ്മുടെ സൈഡിൽ വരാൻ പറ്റണം. അതിനാണ് ട്രെയിൻ ചെയ്യണമെന്ന് ട്രെയിൻ ചെയ്യുന്നത്. അതല്ലാണ്ട് ഒരു ദിവസത്തെ എന്റെ ഒരു ദിവസത്തെ ക്ലാസ് എടുക്കുന്ന ആൾക്ക് സൈഡ് പറ്റണമെന്നില്ല. ചിലപ്പോ വരാട്ടോ. ചിലപ്പോ നമ്മൾ 10 കാര്യം പറയുമ്പോൾ ചിലപ്പോൾ 2 കാര്യം മനസ്സിലാക്കണം. ചിലപ്പോ വരാം. എന്തിനുണ്ടാവും ഇവിടെ കഴുത്തിന് പിടിക്കുന്നത് ഞാൻ പറയാം. കഴുത്തിന് പിടിക്കുന്നത് മെയിനായിട്ട് ഇങ്ങനെ വിളിക്കുന്നത് മ്യൂസിയം അല്ലേ?